DCCകളുടെ ശക്തിപ്പെടുത്തലിനെ കുറിച്ച് നാളത്തെ AICC യോഗത്തിൽ സജീവ ചർച്ച നടക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. AICC സമ്മേളനത്തിനെത്തിയ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് MP മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്താണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന? ഇത് പാർട്ടിക്ക് കൂടുതൽ കരുത്തു പകരുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മേളനമാണ് ഇന്നും നാളെയുമായിട്ട് ഗുജറാത്തിലെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ നടക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഗുജറാത്തിൽ തലസ്ഥാനമായ അഹമ്മദാബാദിൽ ഇത്തരമൊരു AICC നേതൃത്വ യോഗം ചേരുന്നത്. തീർച്ചയായും ഇന്ന് വർക്കിംഗ് കമ്മിറ്റിയുടെ എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റി വിശാല വർക്കിംഗ് കമ്മിറ്റി യോഗവും നാളെ AICC ജനറൽ ബോഡി യോഗവുമാണ് ചേരുന്നത്. എന്തെങ്കിലും പ്രത്യേകമായ വിഷയങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കണം ആഗ്രഹിക്കുന്നുണ്ടോ? പാർട്ടിയെ താഴെത്തട്ടിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക, കരുത്തുറ്റ പ്രവർത്തനം നടത്തുക, അതുപോലെ തന്നെ CPM-ഉം BJP-യും ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കുന്നതിന് തരത്തിലുള്ള സംഘടനാ സംവിധാനം ജില്ല മുതൽ ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത് തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായും. DCCകളുടെ പുനഃസംഘടന അത് കാര്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അതിലുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അല്ല, അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു തീരുമാനം നമ്മൾക്ക് അറിയിച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിലായിരിക്കും, വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങും അതോടൊപ്പം തന്നെ നാളത്തെ ജനറൽ ബോഡി AICC മീറ്റിങ്ങിലായിരിക്കും അതിനെ സംബന്ധിച്ചുള്ള സംഘടനാപരമായുള്ള ശക്തിപ്പെടുത്തലും ശാക്തീകരണത്തെ സംബന്ധിച്ച് DCC മണ്ഡലം, ബ്ലോക്ക് ഒക്കെ സംബന്ധിച്ച് AICC നേരത്തെ പറഞ്ഞിട്ടുള്ള കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക. കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേക വിഷയം പ്രവർത്തക സമിതി യോഗത്തിൽ ഉന്നയിക്കും? കേരളത്തിൽ തീർച്ചയായും കേരളത്തെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല. പക്ഷേ കേരളവും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഓക്കെ. എന്തായാലും നാളെയാണ് സജീവമായ കൂടുതൽ ചർച്ച നടക്കുക എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP പറയുന്നത്. നേതാക്കളൊക്കെ ഈ സമ്മേളന വേദിയിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈശാഖ് ജയപാലിനൊപ്പം അഹമ്മദാബാദിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.